ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പൊട്ടുവെള്ളരിയാണ് കേട്ടോ. അപ്പോൾ ഇത് എറണാകുളത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ പൊട്ടിയായിരുന്നു കേട്ടോ. ഇത് കഴുകിയിട്ടാണ് ഞാൻ പൊട്ടാനായിട്ട് വെച്ചത്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ പൊട്ടിയതിന് ശേഷം മാത്രം വെച്ചാലാണ് നല്ല അടിപൊളിയാകുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇപ്പോൾ പൊട്ടിക്കിട്ടത്തില്ല, വെളിയിൽ വെച്ചാലാണിത് പൊട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. കുരുവിന് പുളിപ്പുള്ളത് കൊണ്ടാണ് കുരു കളയുന്നത്. ബാക്കിയുള്ള പഴുപ്പെല്ലാം എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. അങ്ങനെ 2 സൈഡിലെയും പഴുപ്പെടുത്ത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മിക്സിയിലിട്ട് അടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഒരു പാത്രത്തിലിട്ട് സ്പൂൺ കൊണ്ട് വെട്ടി എടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തേക്ക് പാലും ചേർക്കാം. ഞാൻ പിന്നെ പാൽപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമുള്ളത്രയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാൽപ്പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പാൽപ്പൊടി ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തണുത്ത ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, തണുത്ത വെള്ളം. അതല്പമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത് ഓൾറെഡി വെള്ളം പോലെ ആകും, എന്നാലും അല്പം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ, അതായത് പാലല്ലല്ലോ ഒഴിച്ചിരിക്കുന്നത്, പാൽപ്പൊടിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അല്പം തണുത്ത വെള്ളം ചേർത്തത് കേട്ടോ. എന്നിട്ടെല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്തി കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർത്തല, ആലപ്പുഴ, എറണാകുളം സൈഡിലൊക്കെയാണ് കൂടുതലും കിട്ടുന്നത് കേട്ടോ. തിരുവല്ലയിൽ അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ വേനൽക്കാലത്ത് ഈ ഒരു ഐറ്റം പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ കൂടുതലും മാർച്ചിൽ പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളി ആണ്, എനിക്കിഷ്ടമാണ് കേട്ടോ ഈ പൊട്ടുവെള്ളരി. വെറുതെ ചുമ്മാ കഴിക്കാനും നല്ലതാണ്, ജ്യൂസ് അടിച്ച് കുടിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.